പല സന്ദർഭങ്ങളിലും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടും വളരെ ഇൻ്റലക്ച്വൽ ആയതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയെക്കുറിച്ചൊക്കെ ചില വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ഒരാളാണ്. മസാല ദോശ കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിചിത്രമായ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിനെ വിമർശിച്ച ഒരാളാണ്. പക്ഷെ അതിന് ശേഷം അദ്ദേഹം പഴയിടം നമ്പൂതിരിയുടെ അടുത്തെത്തുകയും അദ്ദേഹത്തോടൊരു സോറി പറയുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായി തന്നെ അത് ചെയ്തത് വളരെ നന്നായി, പക്ഷേ ഞാൻ പോലും വളരെ വികാരഭരിതനായി പോയി എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഈ കഴിഞ്ഞ തവണകളായിട്ട് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ CPM-ന് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. അതിലും തെറ്റൊന്നുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആദർശവും നിലപാടും ഒക്കെ CPM-ന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ തന്നെ നിലകൊള്ളാം. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. കാരണം ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും ഇപ്പോൾ BJP, കാരണം ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ ഈ പറയുന്ന വിശാലമായ ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് പിണറായി വിജയനും അതുപോലെ LDF ഒക്കെ തെന്നിമാറുകയാണെന്ന് പറയുമ്പോൾ പോലും എനിക്കുള്ള പേടി പോലും ഉള്ളത്, കാരണം അങ്ങനെ തെന്നിമാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിരൂക്ഷമായി പിണറായി വിജയനെയും LDF-നെയും ഒക്കെ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് പലപ്പോഴും ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ചെയ്യുന്നത് അത് BJP-ക്ക് വളരാനുള്ള വളമൊരുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരിൽ പലരുമൊക്കെ തന്നെ എനിക്ക് നേരിട്ടറിയാം, അവർ ഗവർണറുമായും അതുപോലെ തന്നെ BJP നേതൃത്വവുമായിട്ടൊക്കെ വലിയ ബന്ധവും പരിചയവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം LDF-നൊപ്പം നിൽക്കുന്നതൊന്നും എതിരല്ല. പക്ഷേ എനിക്ക് അരുൺകുമാറിനോട് പറയാനുള്ളത്, അദ്ദേഹം പറയുന്നത് ഗൗരവത്തിൽ തമാശ പറയരുത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ അദ്ദേഹം ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ടിനെ കുറിച്ചാണ് ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ച ചെയ്തത്. ആ മീറ്റ് ദ എഡിറ്റേഴ്സ് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അഭിപ്രായങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായി കേട്ടു. അപ്പോൾ അതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് ഡോക്ടർ അരുൺകുമാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരുൺകുമാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത്, ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള മതവികാരത്തിൻ്റെ വ്രണപ്പെടലുമില്ല. സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ വ്രണപ്പെടുന്നത് മിക്കവാറും CPM-ൻ്റെയോ LDF-ൻ്റെയോ ഒക്കെ രാഷ്ട്രീയ വികാരമായിരിക്കും എന്നാണ്. അതൊക്കെ വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഫാക്ച്വലായ ചില എററുകൾ കൂടി ഇതിനകത്തുണ്ട്, വസ്തുതാപരമല്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ വിമർശനമാണ്. പക്ഷെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം താങ്കളുടെ ക്രെഡിബിലിറ്റി കുറക്കും അത്തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ പോറ്റിയെ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിൽ ചില തെറ്റുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും ലെൻസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ ക്യാപ്സ്യൂളാകാം, ലെൻസ് സെൻറ്റർ അല്ല, സോറി, AK സെൻറ്ററിൽ നിന്ന് കിട്ടിയ ക്യാപ്സ്യൂളാകാം. ലെൻസ് സെൻറ്റർ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് എറണാകുളത്തെ. AK സെൻറ്ററിൽ നിന്ന് കിട്ടിയ ക്യാപ്സ്യൂളാകാം. അത് അദ്ദേഹം പറയുന്നത്, ഈ സഖാക്കൾ മാത്രമല്ല ഈ സ്വർണ്ണം കെട്ടതിലുള്ളത്. ഇപ്പോൾ ജയശ്രീ എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്, ഒരു ഉദ്യോഗസ്ഥയുണ്ട്, അതുപോലെ വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ തന്നെ ഈ UDF-ൻ്റെ അനുകൂല യൂണിയനുകളിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അരുൺകുമാറെ, അവരൊക്കെ അവിടത്തെയുള്ള ഉദ്യോഗസ്ഥരാണ്. പണത്തോടുള്ള ആക്രാന്തം കൊണ്ട്, അത്യാർത്തി കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ കോൺഗ്രസിനോ BJP-ക്കോ ചിലപ്പോൾ RSPക്കോ ഇനി വേറെ ആർക്കെങ്കിലും ഒക്കെ തന്നെ വോട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഏറ്റവും വലിയ ധാർമ്മികമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിക്കും അതിൽ ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തമാണ് ഒന്നാമത്തേത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് മറ്റാർക്കെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ ഒരു അഴിമതി നടക്കുമ്പോൾ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥൻ ഇനി KSUക്കാരനാണോ SFIക്കാരനാണോ, അവൻ ചെറുപ്പകാലത്ത് ഈ പറയുന്ന പോലെ ബാലസംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ ബാലജന സഖ്യത്തിലാണോ വർക്ക് ചെയ്തത് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അത്തരത്തിലുള്ള ആക്രാന്തം കൊണ്ട് മുകളിലിരിക്കുന്ന ആളുകളുടെ ആശീർവാദത്തോടുകൂടി അഴിമതി ചെയ്താൽ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ വളരെ ഗുരുതരമായ, വളരെ ഈ പറയുന്ന മനഃപൂർവ്വം താങ്കൾ വിട്ടുകളഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. മുരാരി ബാബുവും ഈ പറയുന്ന പോലെ പോറ്റിയും ഇവരൊക്കെ സ്വർണ്ണം കെട്ടുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് വലിയ വിഷയമല്ല. കാരണം അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ ഒരുപാട് കളവുകളൊക്കെ നടക്കുന്നുണ്ട്. അത് വിഷയമാണ്, അത് പോലീസ് നോക്കിക്കോളും. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പ്രധാനപ്പെട്ട പ്രശ്നം CPM-ൻ്റെ 42 കൊല്ലത്തിലധികമായി ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന 34ാമത്തെ വയസ്സിൽ MLA ആയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കഴിഞ്ഞ തവണ എടുക്കാത്തത് കൊണ്ട് പരിഭവം കാണിച്ച, തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള വീണ ജോർജിനെ എടുത്തു എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ ചില ഇടച്ചിലുകൾ നടത്തിയിട്ടുള്ള K പത്മകുമാർ എന്ന് പറയുന്നയാൾ, അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ MLA ആക്കിയത് CPM ആണ്. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയത് CPM ആണ് തിരുവിതാംകൂറിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ
അദ്ദേഹത്തെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ നാളെ ഒരു കൊള്ള സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ വീരപ്പൻ്റെ സംഘം എന്നല്ലാതെ വീരപ്പൻ്റെ സംഘത്തിലുള്ള 40 പേരും ഇനി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ? എല്ലാവരും എന്തൊക്കെ അബദ്ധമാണ് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ ന്യായീകരിച്ചോളൂ, പക്ഷേ ഇതിനൊരു ലോജിക്കൽ എന്ത് ചെയ്യണം? സാധാരണ താങ്കൾ ന്യായീകരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലോജിക്ക് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ലോജിക്ക് വേണം. യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഈ പറയുന്ന പോലെ താങ്കളുടെ ക്രെഡിബിലിറ്റി കുറക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. ഇനി രണ്ടാമത്തത്, വാസു എന്ന് പറയുന്ന മറ്റൊരാളുണ്ടല്ലോ. ഈ വാസു എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പടിപടിയായി കയറ്റം കിട്ടിയിട്ട് അദ്ദേഹത്തെ PK ഗുരുദാസൻ്റെ, അത് ഒരു അഴിമതി നടത്താത്ത ഗുരുദാസൻ സഖാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹം അംഗമായിരുന്നു, മന്ത്രിയായിരുന്നപ്പോൾ. അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറാക്കിയിരുന്നു. കമ്മീഷണറാക്കിയതിന് IAS വേണം എന്ന് പറയുന്ന പല നിബന്ധനകളെയും പല ശുപാർശകളെയും ഒക്കെ മറികടന്നുകൊണ്ടാണ് അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്തിരുന്നു, ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് അറിയാത്ത ഒരാളല്ല അരുൺകുമാർ. പക്ഷെ താങ്കൾ മനഃപൂർവ്വമാണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ പറയുന്നു, അത്തരത്തിൽ മനഃപൂർവ്വം പോലും താങ്കൾ പറയരുത്. കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ ഈ കട്ടൻ്റെ പോയിട്ടുള്ള കട്ടിളപ്പാടി ചാരി വെച്ചിട്ടുള്ള ഏതെങ്കിലും ചായക്കടയിലെ ഒരു സ്റ്റാഫ് അവൻ 8ാം ക്ലാസ്സിൽ വെച്ച് KSU ആയിരുന്നു എന്ന് താങ്കൾ പറയുന്നത് പോലെയുള്ള ചിരിക്കാൻ പാത്രം തോന്നുന്ന വളരെ വിദണ്ഡവാദമാണ് എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട അരുൺകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, CPM വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമക്കുമ്പോൾ, കൃത്യമായി ന്യായീകരണം ചമക്കുമ്പോൾ താങ്കൾ കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള ഒരു ന്യായീകരണങ്ങളിലേക്ക് കൂടി കടക്കണം. അതല്ലെങ്കിൽ താങ്കൾ ന്യായീകരണം ചമക്കുന്ന ഇങ്ങനെ ലോജിക്കലായി ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ 100 ന്യായീകരണത്തിൽ 95 ആളുകൾ വിശ്വസിക്കും. ലോജിക്കലായിട്ടല്ലാതെ താങ്കൾ ഒരു 10 ഇതുപോലെ ചെയ്തു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കളെ വെറും ഈ പറയുന്ന പോലെ ഒരു എന്താണ് ഈ പറയുന്ന പോലെ സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിമ കമ്മിയാണ് എന്ന ആളുകൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ അടിമ കമ്മിയല്ല എന്ന് പറയുന്ന ഒരു സന്തോഷം എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇന്നലെ ഇത് മതവികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് കാരണം CPM പോലും തിരുത്തിക്കൊണ്ട് അത് CPM ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം താങ്കൾ കൃത്യമായിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വസ്തുതാപരമായി ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത 2 പേർ സഖാക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് പറയുന്നത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന വാക്ക് എഴുതി ചേർക്കാൻ അവർക്ക് എല്ലാ അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ ഒരു ടൈലൻ്റ് കൂടി ചേർത്താൽ ഇത് പൂർത്തിയാവുള്ളൂ. കാരണം ഇത് കേട്ടുകൊണ്ടിരുന്ന ജിമ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ജിമ്മി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സഖാക്കളും കൂടി ഉണ്ടപ്പ എന്ന് ശരിയാവില്ല എന്ന് ചോദിച്ചാൽ, അതായത് സഖാക്കളും മാത്രമാണെന്ന് പറഞ്ഞതിലാണ് അവരുടെ പ്രശ്നം. അപ്പോൾ സഖാക്കളും കൂടി ഈ കൂട്ടത്തിലുണ്ട്, അതായത് കട്ടവരുടെ കൂട്ടത്തിൽ സഖാക്കളും കൂടി ഉണ്ട് എന്ന് ചോദിച്ചാൽ ശരിയാവില്ല എന്നാണ്. ആ ചോദ്യത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിൽ തന്നെ വലിയൊരു ട്രോളുണ്ട്. കൂടാതെ ആ ചോദ്യം എന്ന് പറയുന്നത് എക്കാലത്തും താങ്കൾ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അവകാശവാദങ്ങളെ ന്യായീകരണങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരൊറ്റ വരിയാണ് എന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അരുൺകുമാർ മനസ്സിലാക്കണം. അതുകൊണ്ട് താങ്കൾ ഡോക്ടർ അരുൺകുമാർ എന്നുള്ള നിലക്ക് തന്നെ തുടരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. താങ്കൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ജേർണലിസം ഒരു പാഷനായി കാണുന്ന ഒരാളാണ് എന്നെനിക്കറിയാം. ചില മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും പറ്റാറുണ്ട്, ചിലപ്പോൾ അതിവൈകാരികതകളൊക്കെ വാർത്തയിൽ ചേർക്കാറുണ്ട്. അതൊക്കെ ഒരു ബിസിനസ് എന്നുള്ള നില കൂടി കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുള്ളതുകൊണ്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം താങ്കളുടെ ഈ പറയുന്ന പോലെ ഒരു ഇമേജും അതുപോലെ ക്രെഡിബിലിറ്റിയും ഇടിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള അപേക്ഷ.